Hello dear students, ഇന്ന് നമ്മൾ WBFMന്റെ സ്പെക്ട്രത്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ് we learned about narrow band FM അല്ലേ, അതിൻ്റെ സ്പെക്ട്രം ഒക്കെ നമ്മൾ കണ്ടു. Today we will learn about the spectrum analysis. Okay, spectrum analysis of WBFM or wide band FMന്റെ spectrum analysisനെ പറ്റി പഠിക്കാം. So the last class we learned almost 3 expressions for FM. ഒന്നെന്ന് പറയുന്നത് it was a general expression, then we learned single tone FM, and then we learned another expression in terms of Bessel function. ആ ഇക്വേഷൻ ആയിരുന്നു SWBFM, wide band FM of T is equal to AC summation n is equal to minus infinity to infinity Jn of beta cos 2 pi fc plus nfm into t. ഓക്കെ, ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. WBFM എന്ന് പറയുമ്പോഴത്തേക്കും ബീറ്റ ഇവിടെ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്ത് ഞാൻ ഈ ഇക്വേഷൻസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് AC J നോട്ട് ഓഫ് ബീറ്റ. എന്നിന് 0 കൊടുത്തു. എന്നിന് 0 കൊടുക്കുമ്പം ഈ ടേം എന്താവും, cos 2 pi FCT എന്ന് വരും അല്ലേ, ബിക്കോസ് n 0 ആവും, അപ്പോൾ FM ടേം കാണില്ല. ഓക്കെ, നൗ എന്നിന് നമുക്ക് 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, AC J 1 ഓഫ് ബീറ്റ ഇൻറ്റു cos 2 pi FC പ്ലസ് FM ഇൻറ്റു T പ്ലസ് ജിക്ക് -1 കൊടുക്കുമ്പം AC J -1 ഓഫ് ബീറ്റ ഇൻറ്റു cos 2 pi FC മൈനസ് FM ഇൻറ്റു T. ഓക്കെ, നൗ ജെയ്ക്ക് 2 കൊടുക്കുവാണെങ്കിൽ വാട്ട് യു വിൽ ഗെറ്റ് AC J 2 ഓഫ് ബീറ്റ cos 2 pi FC പ്ലസ് 2FM ഇൻറ്റു T പ്ലസ് AC എന്നിന് -2 കൊടുക്കുവാണെങ്കിൽ ഈ ടേം കിട്ടും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും ഫോർ വേരിയസ് വാല്യൂസ് ഓഫ് n വേരിയിങ് ഫ്രം -infinity to infinity. You will get infinite number of terms. So this goes on repeating. ഈ ഇക്വേഷനെ let me denote it as first equation. Now ഈ ഇക്വേഷൻ WBFMൻ്റെ ആണെന്ന് പറയാം എപ്പോൾ, when beta is what, greater than or equal to 1. Now സ്മോളർ വാല്യൂസ് ഓഫ് ബീറ്റയ്ക്ക് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്, ഓൾ ദീസ് ഹയർ ഓർഡർ ബെസൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ J2 ഓഫ് ബീറ്റ J -2 ഓഫ് ബീറ്റ, അതേപോലെ തന്നെ നെക്സ്റ്റ് ടേമിൽ J3 ഓഫ് ബീറ്റ, J4 ഓഫ് ബീറ്റ, ഓൾ ദോസ് ഹയർ ഓർഡർ ബെസൽ ഫംഗ്ഷൻ can be approximated to 0 ഫോർ ബീറ്റ സ്മോളർ വാല്യൂ ആകുമ്പോൾ ഈ ഹയർ ഓർഡർ ഫംഗ്ഷൻസ് എല്ലാം പോകും. അതിനെല്ലാം 0 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന ടേം എന്ന് പറഞ്ഞാൽ ഈ ടേമും ഉണ്ടാവുള്ളൂ. ബാക്കി ഹയർ ഓർഡേഴ്സ് എല്ലാം 0 ആയിട്ട് പോകും എപ്പോൾ, ബീറ്റ ലെസ് ദാൻ 1 ആകുമ്പോൾ. അപ്പോൾ ആ കേസിൽ വീണ്ടും നമുക്ക് ആ ഫസ്റ്റ് 3 ടേം മാത്രമേ കിട്ടുള്ളൂ. ഈ ഫസ്റ്റ് 3 ടേം എന്ന് പറയുന്നത് നമ്മുടെ നാരോ ബാൻഡ് FM തന്നെയാണ്. FC പ്ലസ് FM, FC മൈനസ് FM 3 ഫ്രീക്വൻസി കമ്പണൻറ്റ് തന്നെ വരുന്ന നാരോ ബാൻഡ് FM ആണ്. ഓക്കെ, സോ ഫോർ ബീറ്റ ലെസ് ദാൻ ഈക്വൽ ടു 1 ഈ ഹയർ ഓർഡറിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് 0 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് NBFMൻ്റെ ഇക്വേഷൻ കിട്ടും. പക്ഷേ ഹിയർ വി ആർ ടോക്കിംഗ് അബൌട്ട് വാട്ട്, WBFM വെയർ ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. Now for beta greater than or equal to 1, all these Bessel functions J1, J2, J -2, J3, J4 will give a finite value. It cannot be approximated as in case of beta less than 1. ബീറ്റ ലെസ് ദാൻ 1 ആകുമ്പോൾ നമ്മൾ ഈ ഹയർ ഓർഡർ ബെസൽ ഫംഗ്ഷൻ 0ക്ക് അപ്രോക്സിമേറ്റ് ചെയ്തതുപോലെ നമുക്ക് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷനാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, WBFMൻ്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് അല്ല, ഇത്രയും ടേംസ്, ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. ഓരോ ടേമും ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഫ്രീക്വൻസി. ഒന്നിൽ FC പ്ലസ് FM, FC പ്ലസ് 2FM, FC പ്ലസ് 3FM, FC പ്ലസ് 4FM, അങ്ങനെ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്
this is the equation for what? W band FM for beta greater than or equal to 1 വരുമ്പോൾ ഈ equation holds good for W band FM, wide band frequency modulated signal ആണിത്. അപ്പോൾ wide band frequency modulated signalനകത്ത് എത്ര frequencies ഉണ്ട്? Infinite number of frequencies ഉണ്ട്. നാരോ ബാൻഡിനകത്തോ only 3 frequencies ഉണ്ടായിരുന്നുള്ളൂ, FC, FC plus FM, FC minus FM, as we have already seen in the last class. പക്ഷെ WBFM ന്റെ കേസിൽ it has got what? WBFM has what? Infinite frequencies in it. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. യു മേ ടേക്ക് ഡൗൺ W band FM has got infinite frequencies in it. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഓക്കെ, എഗെയിൻ ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു പോസിറ്റീവ് ഫ്രീക്വൻസി മാത്രമേ ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. യു ഷുഡ് ഓൾവേസ് റിമെമ്പർ വാട്ട് എവർ ഐ ഡ്രോ ഓൺ ദിസ് പോസിറ്റീവ് സൈഡ് will be present in the negative side also. പോസിറ്റീവ് സൈഡിൻ്റെ ഇമേജ് ഫ്രീക്വൻസി ആയിട്ട് ആ നെഗറ്റീവ് സൈഡിലും അതേ ഫ്രീക്വൻസീസ് പ്രസൻറ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് ആ വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഐ എം ഗോയിങ് ടു ഷോ only the positive frequencies again, okay, because നമ്മൾ കോഴ്സ് പ്ലോട്ട് ചെയ്യുമ്പം ഫോറിയർ എടുക്കുമ്പോഴത്തേക്കും യു വിൽ ബി ഗെറ്റിംഗ് 2 ഇമ്പൾസ് ഫംഗ്ഷൻ, വൺ അറ്റ് ദിസ് പോസിറ്റീവ് ഫ്രീക്വൻസി ആൻഡ് അതർ അറ്റ് ദ നെഗറ്റീവ് ഫ്രീക്വൻസി. ഇതിന് കറസ്പോണ്ട് ചെയ്തിപ്പോൾ ഒരു 5 കിലോ ഹെർട്സിലാണെങ്കിൽ 5K-ലും -5K-ലും യു വിൽ ഗെറ്റ് 2 ഇമ്പൾസ്. ഞാനിവിടെ നെഗറ്റീവിൽ എടുക്കുന്നില്ല, നമ്മൾ പോസിറ്റീവിൽ മാത്രം ഉള്ള റെപ്രസെൻറ്റേഷനാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും ടേംസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ടേംസ് നമ്മൾ കണ്ടു. ഈ ടേംസിന് ഇത്രയും ടേംസ് നമ്മൾ കണ്ടു. ഓക്കെ, ഉണ്ട് cos 2π FCT ഉണ്ട്, FC plus FM ഉണ്ട്, there is FC ഉണ്ട്, FC plus FM ഉണ്ട്, FC minus FM ഉണ്ട്, FC plus 2FM ഉണ്ട്, FC minus 2FM എല്ലാം ഉണ്ട്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾ നോക്കിക്കോളൂ. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? AC J0 ബീറ്റ ആണ്. ഓക്കെ, റിമെമ്പർ ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് യു വിൽ ബി ഗെറ്റിംഗ് 2 ഇമ്പൾസസ് ഫംഗ്ഷൻ. ആ ഇമ്പൾസ് ഫംഗ്ഷൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്താണോ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അതിൻ്റെ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇതിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഇമ്പൾസ് ഫംഗ്ഷൻ അറ്റ് FC plus FM വിത്ത് വെയിറ്റ് AC J1 ബീറ്റ ബൈ 2. ഇത് പ്ലോട്ട് ചെയ്യുമ്പോഴും യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഇമ്പൾസ് ഫംഗ്ഷൻ അറ്റ് FC minus FM വിത്ത് വെയിറ്റ് ഇതിൻ്റെ എന്ന് പറയുന്നത് ദിസ് മച്ച് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. ഇനിയിപ്പോൾ പ്ലോട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, ബിക്കോസ് നമ്മൾ A മുതലേ അത് പ്ലോട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെ ഇപ്പോൾ ഈ എക്സ്പ്രഷനകത്ത് FC എന്ന് പറഞ്ഞൊരു ഫ്രീക്വൻസി ഉണ്ട്. സോ okay, this is FC. okay, fine. ഇവിടെ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഇമ്പൾസ് ഫംഗ്ഷൻ. പോസിറ്റീവിൽ മാത്രമേ ഉള്ളൂ, സിമിലർലി -FC-ലും ഉണ്ട്. അത് ഞാനിവിടെ ബോധോടെ അല്ല, ഞാൻ വരയ്ക്കുന്നില്ല. ഓക്കെ, ഇതിൻ്റെ സ്ട്രെങ്ത് എന്താണ്? AC into J0 of beta divided by 2. okay, then we have another one at FC plus FM. FC plus FM you have another ഇമ്പൾസ് ഫംഗ്ഷൻ. സ്കെയിൽ വെച്ച് നേരെ വരച്ചുള്ളൂ കേട്ടോ. ഓക്കെ, ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് AC J1 of beta by 2. ഓക്കെ, ദെൻ FC minus FM നമുക്കൊരെണ്ണം ഉണ്ടായിരുന്നു. FC minus ആ എക്സ്പ്രഷൻ ഇതിനകത്തേക്ക് നോക്കിയാൽ മതി. FC minus FM-ൻ്റെത് ആംപ്ലിറ്റ്യൂഡ് സ്ട്രെങ്ത് എത്രയായിരുന്നു? AC J-1 of beta പറഞ്ഞു ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ദെൻ വി ഹാവ് at FC plus 2FM ഉണ്ട് അല്ലേ? FC plus 2FM you may mark here FC plus 2FM ഉണ്ടായിരുന്നു with AC J2 of beta divided by 2. Then similarly at FC minus 2FM also you have another impulse with weight AC J -2 of beta divided by 2. okay, this is at FC plus 2FM, this is at FC minus 2FM. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ശരിക്കും ഇതെന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഇതെന്ന് പറയുന്നത് ദിസ് ഈസ് ദ കാരിയർ. ഓക്കെ, നൗ ഇത് USB ആണ്, USB 1, ഇത് USB 2. സിമിലർലി ഇതിപ്പോൾ FC minus 2FM-ലല്ലേ, സോറി FC plus 2FM-ലാണല്ലേ ഇത്. ഇനി അടുത്ത് FC plus 3FM വരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും. FC plus 4FM വരുമ്പോൾ യു വിൽ ഗെറ്റ് ഹിയർ. ഇനി ഇൻഫിനൈറ്റ് USBs ഉണ്ടല്ലേ, ഇവിടെ ഇപ്പോൾ USB എത്രയാണ്? ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് USBs ഉണ്ടാവും. സിമിലർലി ഇതെന്താണ്? ദിസ് ഈസ് അവർ ഫസ്റ്റ് LSB1, ദിസ് ഈസ് ദ ഫസ്റ്റ് LSB, ഇതോ ദിസ് ഈസ് ദ സെക്കൻഡ് LSB. അങ്ങനെ സിമിലർലി ഇങ്ങോട്ടേക്കും ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് LSBസും കാണും അല്ലേ. സോ അപ്പം ഇതാണ് നമ്മുടെ ദിസ് ഈസ് ദ സ്പെക്ട്രം ഓഫ് ദിസ് ഈസ് ദ സ്പെക്ട്രം ഓഫ് W band FM. സ്പെക്ട്രം ഓഫ് W band FM ആണ്.
സ്പെക്ട്രമാണ്, വൈഡ് ബാൻഡ് എഫ് എമ്മിൻ്റെ സ്പെക്ട്രമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്പെക്ട്രത്തിനകത്ത് എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇറ്റ് ഹാസ് ഗോട്ട് ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ്, ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഉണ്ട്. ആൻഡ് അത് മാത്രമല്ല ആ സ്ട്രെങ്ത് ഓഫ് ദ ഹൈ ഫ്രീക്വൻസി കമ്പണൻസിൻ്റെ ഫ്രീക്വൻസി കൂടുന്തോറും ഹൈ ഫ്രീക്വൻസി കമ്പണൻസിൻ്റെ സ്ട്രെങ്ത്തിന് എന്താ പറ്റുന്നത്? ഇറ്റ് ഈസ് ഗോയിങ് ഓൺ ഡിക്രീസിങ്, സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ട് വരികയും ചെയ്യും. J0 ഓഫ് ബീറ്റയുടെ സ്ട്രെങ്ത് ആയിരിക്കും ഗ്രേറ്റർ ദാൻ J1 ഓഫ് ബീറ്റ ദാൻ J2 ഓഫ് ബീറ്റ. ഓക്കെ, നോ ഈ പോസിറ്റീവ് പോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇതേ കൂട്ട് തന്നെ ഈ നെഗറ്റീവ് സൈഡിലും ഇതിൻ്റെ തന്നെ ഇമേജ് ഫ്രീക്വൻസീസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ കമ്പോണൻസ് വരയ്ക്കാം, എന്നിട്ട് ഇങ്ങനെ എക്സെട്ര ഇട്ടാൽ മതി. സോ എബോവ് FC-യിലുള്ളതെല്ലാം USB-യും ബിലോ FC ഉള്ളതെല്ലാം എന്തായിരിക്കും? LSB ആയിരിക്കും. സോ ദ സ്പെക്ട്രം ഹാസ് ഗോട്ട്, you may note down that, so the W band spectrum, wide band FM ന്റെ spectrum has infinite number of LSBs and USBs, ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് LSBs USBs. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് എത്രയാണ്? ബാൻഡ് വിഡ്ത്ത് നമ്മൾ നോർമലി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഹയസ്റ്റ് പോസിറ്റീവ് ഫ്രീക്വൻസി മൈനസ് ലോവസ്റ്റ് പോസിറ്റീവ് ഫ്രീക്വൻസി. ഇവിടെ ഹയസ്റ്റ് പോസിറ്റീവ് ഫ്രീക്വൻസി എത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല, ഇങ്ങനെ ഇൻഫിനിറ്റിലേക്ക് പോവുകയാണ്. സോ മാക്സിമം ഹയസ്റ്റ് പോസിറ്റീവ് ഫ്രീക്വൻസി നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ലോവസ്റ്റ് പോസിറ്റീവ് ഫ്രീക്വൻസി നമുക്ക് പറയാൻ പറ്റില്ല. ലോവസ്റ്റ് പോസിറ്റീവ് ഫ്രീക്വൻസിയും അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ എത്ര സൈഡ് ബാൻഡ് ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ഉണ്ട്, സൈഡ് ബാൻഡ്സ് ഉണ്ട്. സോ എനിവേ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതുകൊണ്ട് ഇൻഫിനൈറ്റ് ആയിരിക്കും, കാരണം ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഉണ്ട്. സോ ബാൻഡ് വിഡ്ത്ത് വിൽ ബി വാട്ട്? ഇൻഫിനിറ്റി. ഓക്കെ, സോ ദിസ് ദ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺക്ലൂഷനാണ്. W ബാൻഡ് എഫ് എമ്മിൻ്റെ ബാൻഡ് വിഡ്ത്ത് എത്രയാണ്? ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഫോർ WBFM. ഫോർ വൈഡ് ബാൻഡ് FM ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, wide band FM has got infinite number of USBs and LSBs. Its bandwidth is also what? Infinity. പക്ഷേ ഈ WBFM-ന് ഇത്രയും LSBs-ഉം USBs-ഉം ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഈ WFM-ന്റെ മോസ്റ്റ് ഓഫ് ദ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ലോവർ സൈഡ് ബാൻഡ്സിലായിരിക്കും ഇതിൻ്റെ മാക്സിമം സ്ട്രെങ്തും ഇരിക്കുന്നത്. ഓക്കെ, ഹയർ സൈഡ് ബാൻഡ്സിൽ സ്ട്രെങ്ത് കുറവായിരിക്കും. ഓക്കെ, സോ ഈ ലോവർ സൈഡ് ബാൻഡ്സിന് ആയിരിക്കും സ്ട്രെങ്ത് കൂടുതലും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത്. ആ ബാൻഡ്സിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സ് എന്ന് പറയും. ഓക്കെ, ബിക്കോസ് നമുക്ക് കാണാം ഇവിടെ സ്ട്രെങ്ത് ഇറ്റ് ഗോസ് ഓൺ ഡിക്രീസിങ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ സ്ട്രെങ്ത് ഈസ് പ്രസൻറ്റ് ഇൻ ദ ലോവർ സൈഡ് ബാൻഡ്സ്. ആ അപ്പർ സൈഡ് അങ്ങോട്ടേക്ക് സൈഡ് ബാൻഡ് പോകുന്തോറും അതിൻ്റെ സ്ട്രെങ്ത് കുറയുകയാണ്. സോ സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സ് എന്ന് പറയുന്നത് ആ ലോവർ സൈഡ് ബാൻഡ്സ് ആണ് സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇതാണ് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഇതിൻ്റെ പവർ, ഓക്കെ, ഈ W ബാൻഡ് FM-ൻ്റെ നാരോ ബാൻഡിൻ്റെ ഞാൻ അവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു. പവർ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഡെറിവേഷനിലേക്ക് പോകണ്ട, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ പവർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി AC² / 2R ആയിരിക്കും. ഓക്കെ, പവർ ഓഫ് ദ FM എന്ന് പറയുന്നത് എന്തായിരിക്കും? AC²/2R ആയിരിക്കും പവർ എന്ന് പറയുന്നത് AC² / 2R. ഇറ്റ് ഈസ് വാലിഡ് ഫോർ ബോത്ത് WBFM ആസ് വെൽ ആസ് ഫോർ NBFM. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണെന്ന്? ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞു. പക്ഷേ ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ FM സ്റ്റേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ FM യൂസ് ചെയ്തിട്ട് സിഗ്നൽസ് അയക്കുന്നുണ്ട്. അവിടെയൊന്നും നമ്മൾ ഇൻഫിനൈറ്റ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു ചാനലല്ല. ഓക്കെ, അപ്പം പ്രാക്ടിക്കൽ, സോ ഐഡിയലി നമുക്ക് പറയാൻ പറ്റും ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി തന്നെയാണ്. പക്ഷേ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് ഇൻഫിനിറ്റി. പ്രാക്ടിക്കലി ഇൻഫിനിറ്റി അല്ല. പ്രാക്ടിക്കലി ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ FM ഈസ് ഗിവൺ ബൈ റൂൾ നോൺ ആസ് കാർസൺസ് റൂൾ. ഇപ്പം ശരിക്കും ഉള്ളത് ഇൻഫിനിറ്റി ആണ്, പക്ഷെ പ്രാക്ടിക്കൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് practical bandwidth of FM is given by a rule known as Carson's rule. Okay, അപ്പോൾ ശരിക്കും കാർസൺസ് റൂളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ നിങ്ങളെ ഈ സൈഡ് ബാൻഡ്സ് നിങ്ങളിവിടെ പഠിപ്പിച്ചു. ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ലോവർ സൈഡ് ബാൻഡുകൾ മാത്രമാണ് എന്ത്? സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ് എന്ന് പറയുന്നത്. അതായത് ലോവർ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത് ഇത്രയും പോർഷൻസേ വരുള്ളൂ. ഓക്കെ, ഇത് ഇത്രയും ആയിരിക്കും നമ്മുടെ ഇതും ഇത്രയും സൈഡ് ബാൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയെന്ന് പറയുന്നത്
എന്തായിരിക്കും, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സൈഡ് ബാൻഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം ശരിക്കും WBFM യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുവാണെങ്കിൽ ബിഫോർ ട്രാൻസ്മിറ്റിംഗ് എ WBFM സിഗ്നൽ വി ഷുഡ് ബാൻഡ് ലിമിറ്റ് ദിസ് WBFM സിഗ്നൽ, എന്നിട്ടായിരിക്കും നമ്മൾ ഇതിനെ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ആക്ച്വൽ ബാൻഡ് വിഡ്ത്ത് ഓഫ് WBFM എന്ന് പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റി ആണ്. ബട്ട് ബിഫോർ ട്രാൻസ്മിഷൻ ഇറ്റ് വിൽ ബി ബാൻഡ് ലിമിറ്റഡ്. ഓക്കെ, ബാൻഡ് ലിമിറ്റഡ് WBFM അതിൻ്റെ ലോവർ ഓർഡർ സിഗ്നിഫിക്കൻറ്റ് ബാൻഡ്സ് മാത്രം നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ട് ആ ഹയർ ഓർഡറിലേക്കുള്ള ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സൈഡ് ബാൻഡ്സ് എല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എനിവേ ബാൻഡ് വിഡ്ത്ത് അന്നേരം ഒരു ഇൻഫിനിറ്റിയിലേക്ക് പോകത്തില്ല. ബാൻഡ് വിഡ്ത്ത് പ്രാക്ടിക്കലി നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ആ ലിമിറ്റേഷൻ ബാൻഡ് വിഡ്ത്ത് ഓഫ് FM എൻ്റെ ആ ലിമിറ്റേഷൻ ഈസ് ഗിവൺ ബൈ ദ കാർസൺസ് റൂൾ. അപ്പോൾ കാർസൺ പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ, കാർസൺ സേസ് ദാറ്റ് ഫോർ ആൻ FM, ഓക്കെ, ഒരു FM സിഗ്നൽ ഉണ്ട്. ആ FM സിഗ്നലിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് ഡീവിയേഷൻ റേഷ്യോ ബീറ്റ ആണെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ്, ഞാൻ പറഞ്ഞു WBFM നമ്മൾ എല്ലാ സൈഡ് ബാൻഡ്സും അയക്കില്ല, സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സ് മാത്രമേ അയക്കുള്ളൂ, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സൈഡ് ബാൻഡ്സ് അയക്കില്ല. നമ്മുടെ സിഗ്നലിനെ WBFM വെച്ചിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ആദ്യം തന്നെ നമ്മൾ ബാൻഡ് ലിമിറ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് ഫ്രീക്വൻസീസ് മാത്രം കീപ്പ് ചെയ്യണം. സോ കാർസൺ സെഡ് ദാറ്റ് ഫോർ ആൻ FM സിഗ്നൽ വിത്ത് ബീറ്റ significant side bands will be up to β+1 ഓർഡർ വരെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പറയുന്നത് ഇപ്പോൾ FM ഉണ്ട്, FMൻ്റെ ബീറ്റയാണ് ഡീവിയേഷൻ റേഷ്യോ എങ്കിൽ സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സ് β+1 വരെ വരുമെന്ന്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഈ ഫോർ ആൻ ഒരു FM ഉണ്ട്, ആ FMനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന β5 ആണെങ്കിൽ then the significant frequencies will be of the order β+1, that is സിക്സ്ത് ഓർഡർ വരെ ഉള്ളതായിരിക്കും എന്ത്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ സിക്സ്ത് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം FC - 6FM to FC + 6FM വരെയുള്ളത് മാത്രമായിരിക്കും എന്ത്, അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സ് എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർസൺ പറഞ്ഞിരിക്കുന്ന ഒരു FM സിഗ്നലിന് ഡീവിയേഷൻ റേഷ്യോ ബീറ്റ ആണെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സ് വിൽ ബി അപ് ടു വിച്ച് ഓർഡർ, അപ് ടു β+1 ഓർഡർ. സപ്പോസ് ഇഫ് യു ആർ യൂസിങ് ആൻ FM വിത്ത് β5 എൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫ്രീക്വൻസീസിൻ്റെ ഓർഡർ വിൽ ബി അപ് ടു 6. സോ അപ് ടു 6 എന്ന് പറഞ്ഞാൽ FC + 6FM FC - 6FM വരെയുള്ള ബാൻഡേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഹയസ്റ്റ് പോസിറ്റീവ് ഫ്രീക്വൻസി ഇതല്ലേ മൈനസ് ലോവസ്റ്റ് പോസിറ്റീവ് ഫ്രീക്വൻസി അന്നേരം ഇതല്ലേ. അപ്പോൾ എന്ത് കിട്ടും, 6FM മൈനസ് ഓഫ് ഈ -6FM കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 12FM കിട്ടും അല്ലേ. അപ്പോൾ β = 5 ആകുമ്പോൾ അവിടെ ഉള്ള ബാൻഡ് വിഡ്ത്ത് എത്രയാണ് കണ്ടോ, 12FM ആണ് കണ്ടോ. അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോയോ, ഇല്ല, നമുക്കിവിടെ ലിമിറ്റ് ചെയ്യാൻ സാധിച്ചു ബാൻഡ് വിഡ്ത്ത്. അല്ലെങ്കിൽ ഇത് നമ്മളിങ്ങനെ ലിമിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എല്ലാ സൈഡ് ബാൻഡ്സും കണ്ടിട്ട് ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. പക്ഷേ ഇവിടെ ബാൻഡ് വിഡ്ത്ത് β5 ആകുമ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നില്ല. ബാൻഡ് വിഡ്ത്ത് നമുക്ക് എത്ര ആയിട്ട് കിട്ടി, 12FM ആയിട്ട് കിട്ടി. സോ ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് റൂളായിട്ട് പറയുവാണ്. ഒരു കാർസൺസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ്, അക്കോർഡിംഗ് ടു കാർസൺ FM signal having or an FM having significant frequencies, FM have significant frequencies up to FM have significant frequencies up to β+1 ഓർഡർ വരെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് എത്രയായിരിക്കും, ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ എപ്പോഴും ഇങ്ങനെയായിരിക്കും, β+1 × 2FM, β+1 × 2FM. ഇപ്പം നമുക്ക് എത്ര കിട്ടിയത്, β5 ആയിരുന്നപ്പോൾ നമുക്ക് 12FM എന്ന് കിട്ടിയില്ലേ, ശരിയല്ലേ. ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തേ β+1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 6 × 2FM അല്ലേ ഇക്വേഷൻ. അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ സപ്പോസ് നമ്മുടെ FMൻ്റെ β5 ആണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എത്രയായിരിക്കും, 5 + 1 6 × 2 ദാറ്റ് ഈസ് 12FM. ആ 12FM ആണ് നമുക്ക് മുമ്പേ കിട്ടിയത് അല്ലേ. അപ്പോൾ ഇതാണ് കാർസണിൻ്റെ റൂൾ എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ കാർസൺ പ്രാക്ടിക്കലി FMൻ്റെ ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റി അല്ല, ഇൻസ്റ്റഡ് ഇറ്റ് വിൽ ബി β+1 × 2FM ആണ്. ബീറ്റ ഡീവിയേഷൻ റേഷ്യോ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു. ബീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. സോ ആ ബീറ്റയുടെ ഇക്വേഷനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ it will be ΔF divided by FM സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ΔF
ഡിവൈഡഡ് ബൈ എഫ് എം. എഫ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി പ്ലസ് 1. ഓക്കെ, ബീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഡെൽറ്റ എഫ് ബൈ എഫ് എം ഇൻറ്റു 2fm. ഓക്കെ, ഓർ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ വി വിൽ ഗെറ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ 2 ഇൻറ്റു ഡെൽറ്റ എഫ്. ഇത് ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ്. ഡെൽറ്റ എഫ് എന്തായിരുന്നു? ഫ്രീക്വൻസി ഡീവിയേഷൻ. നമ്മൾ 2-3 ക്ലാസ്സിന് മുമ്പ് പഠിച്ചതാണ്. പ്ലസ് എഫ് എം എന്ന് കിട്ടും. ഓക്കെ, 2 ഇൻറ്റു ഡെൽറ്റ എഫ് പ്ലസ് എഫ് എം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിനും ഒന്നിൽ ബീറ്റയും എഫ് എമ്മും മാത്രം തന്നിരിക്കുന്നെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ബാൻഡ്വിഡ്ത്ത് യൂസിങ് ദിസ് ഇക്വേഷൻ. ബട്ട് ഇഫ് ഡെൽറ്റ എഫ് എം ആൻഡ് എഫ് എം ഈസ് നോൺ, then you can calculate the bandwidth of FM using this equation. Both of this equation are important. So for examination, പരീക്ഷയ്ക്ക് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഓൾവേസ് റിമെമ്പർ, എക്സാമിനേഷന് ബാൻഡ്വിഡ്ത്ത് ഓഫ് നാരോ ബാൻഡ് എഫ് എം എത്രയായിരുന്നു? നാരോ ബാൻഡ് എഫ് എമ്മിൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് 2fm ആണ്. 2fm ആണ് ബാൻഡ്വിഡ്ത്ത്. ബീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഒരു 0.4 ആ വാല്യൂ ഒക്കെ വരും. ഓക്കെ, ഇനി WBFM, ദാറ്റ് ഈസ് വൈഡ് ബാൻഡ് എഫ് എം. ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ബൈ ഡിഫോൾട്ട് നമ്മുടെ എഫ് എം W ബാൻഡ് എഫ് എം തന്നെയാണ് കേട്ടോ. W ബാൻഡ് എഫ് എമ്മിൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ വാല്യൂ ബീറ്റ പ്ലസ് 1 ഇൻറ്റു 2fm ആയിരിക്കും. ദിസ് ഈസ് ഫോർ WBFM ആൻഡ് അതർ വൺ ഫോർ നാരോ ബാൻഡ് FM ആയിരിക്കും. ഓക്കെ, അപ്പം ബാൻഡ്വിഡ്ത്തിനെ വെച്ച് നോക്കുവാണെങ്കിൽ ടു സേവ് ബാൻഡ്വിഡ്ത്ത് വിച്ച് ഈസ് പ്രിഫേർഡ് ഓഫ് കോഴ്സ് NBFM എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു എന്താണെന്ന് പറഞ്ഞു? AM ആണെന്ന് പറഞ്ഞു. അപ്പം FM-ൻ്റെ AMൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. ടു സേവ് ബാൻഡ്വിഡ്ത്ത് എപ്പോഴും നമ്മൾ AM തന്നെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ പവർ സേവ് ചെയ്യാനായിട്ട് എപ്പോഴും FM ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ടു സേവ് ബാൻഡ്വിഡ്ത്ത് വി ഓൾവേസ് പ്രിഫർ AM. പക്ഷേ ടു സേവ് പവർ FM ആയിരിക്കും നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ഇവിടെ നിങ്ങൾക്ക് പവറിൻ്റെ ഡെറിവേഷൻ ഒന്നും ഞാൻ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഐ കുഡ് ഹാവ് ജസ്റ്റിഫൈഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ നൗ യു റിമെമ്പർ, to save bandwidth AM is preferred and to save power FM is always preferred. So ഇതാണ് FM-ൻ്റെ സ്പെക്ട്രം. സോ നാരോ ബാൻഡ് FM സെപ്പറേറ്റ്, W ബാൻഡ് FM. സോ FM-ൻ്റെ ബൈ ഡിഫോൾട്ട്, FM ബൈ ഡിഫോൾട്ട് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ഏതാണ്? WBFM തന്നെയാണ്. ആൻഡ് ഇഫ് യു ആർ ആസ്ക്ഡ് ടു പ്ലോട്ട് ദ സ്പെക്ട്ര ഓഫ് FM, ഇറ്റ് ഈസ് ബൈ ഡിഫോൾട്ട് ഈ സ്പെക്ട്രം ഓഫ് WBFM ആണ് അത് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഡു നോട്ട് ജസ്റ്റ് ലിമിറ്റ് വിത്ത് ദീസ് മച്ച് സൈഡ് ബാൻഡ്സ്. ജസ്റ്റ് നിങ്ങൾ ഇൻഫിനിറ്റി ഇങ്ങനെ ഡോട്ട് ഇട്ട് കാണിക്കുക, ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഉണ്ടെന്ന് കാണിക്കുക. സോ ഇത് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് FM-ഉം. അതേകൂട്ട് തന്നെ FM-ൻ്റെ സ്പെക്ട്രം പ്ലോട്ട് ചെയ്യാൻ പറയുകയാണെങ്കിലും ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നൗ ഇൻ ദ കമ്മിങ് ക്ലാസ്സസ് വി വിൽ ഡിസ്കസ് more problems related to this topic. Thank you.